നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മാത്രമല്ല നമ്മളതിൽ പരാതി ആയിട്ട് പോയില്ല. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ പരാതി കൊടുത്തുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് പോയില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പണത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു എന്നതിൻ്റെ കാര്യത്തിൽ ആർക്കാ സംശയം ഉണ്ടായിരുന്നത്? അതിൻ്റെ പേരിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ കേസുണ്ട്, അവർ തമ്മിൽ കേസുണ്ട്. ഞങ്ങളതിന് കേസിന് പോയിട്ടില്ല, വലിയ കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം പണം അത്ര കൊടുക്കുക, പണത്തിനെന്ന് പറഞ്ഞാൽ ഒരു ലോഭവും ഉണ്ടായിരുന്നില്ല. എത്ര കോടികൾ ചെലവഴിച്ചു എന്നുള്ളതല്ല, പ്രചരണത്തിന് ചെലവഴിക്കുമ്പോഴല്ല. ഇവിടെ ഉണ്ടായിരുന്നത് വോട്ടിന് പർച്ചേസിന് പണം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഓരോന്നും നമ്മൾ പോയിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ പിന്നാലെ പോകുന്നതിന് പകരം ഞാനെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പണം കിട്ടുന്ന കൂട്ടർ വാങ്ങിക്കോ, പാവങ്ങളായ ആളില്ലേ പണം വാങ്ങുന്ന വാങ്ങിക്കോളൂ, വോട്ട് നമുക്ക് ചെയ്താൽ മതി എന്ന് ഞാനെന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. പണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടമാനം സ്വാധീനിച്ചു. തിരുവനന്തപുരത്ത് എത്ര കാശ് ചെലവഴിച്ചു എന്നുള്ളത് നമുക്കൊരു പിടിയുമില്ല. അല്ല, അത് നിങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്ത ബാങ്കുകൾ ആരാന്ന് നമ്മളിപ്പം നോക്കി തരംതിരിക്കുകയൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട ആളുകൾക്ക് അപ്പോൾ എന്തെങ്കിലും കാശ് കിട്ടിയാൽ അതാവട്ടെ വളരെ പാവമല്ലേ, ദാരിദ്ര്യമായി കിടക്കല്ലേ, അതാവട്ടെ എന്ന് അവർ ധരിച്ചു പോയെങ്കിൽ അവരെ കുറ്റം പറയുന്ന കാര്യമില്ല. അതിനൊന്നും നമ്മൾ അവരെ വോട്ടർമാരെ കുറ്റം പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ പണം ഒഴുക്ക് ഈ തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിരുന്നു എന്നുള്ളത് സംശയമേ വേണ്ട. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെല്ലാം നടന്ന ആളുകളാണല്ലോ. എന്തായിരുന്നു മറ്റു പാർട്ടികളുടെ? ഞങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ഇത്രമാത്രം നമ്മൾ പ്രയത്നിച്ചല്ലോ. പക്ഷേ ഈ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെയാണ് ജനങ്ങളെ മുമ്പിലേക്ക് അധികം പോയത്? അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ പോകാനും പർച്ചേസ് ചെയ്യാനുള്ള ഏജൻറ്റുമാരും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ജനങ്ങളെ വെച്ച് മത്സരിക്കും. ആ മത്സരിക്കാൻ ഇനിയും സന്ദർഭം ഉണ്ടാകും. തോറ്റുപോയി എന്നുള്ളതുകൊണ്ട് അതോടെ തീർന്നു പോയി എന്നൊന്നും ധരിക്കണ്ട. നമ്മളുണ്ട്, നമ്മൾ വരും. അല്ല, ഏത് തരത്തിലും ആവാം. അതിനുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് അവർക്ക് ആവിഷ്കരിക്കുക. തന്ത്രം നമ്മളല്ലല്ലോ കാണുന്നത്, അവരല്ലേ ആവിഷ്കരിക്കുന്നത്. അവരാണത് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കണക്കാക്കണ്ട. പണം കണ്ടമാനം സ്വാധീനിച്ചു, കോടികൾ ഇവിടെ വാരി വിതറി. ആ പണമാണ് ഈ തലസ്ഥാനത്ത് ഇത്രമാത്രം ഒരു മാറ്റത്തിനുണ്ടായി. എന്നാലും നമുക്ക് ആശ്വസിക്കാം, ഇവിടെ BJP ജയിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കാം. അതാണ് നമ്മുടെ തലസ്ഥാനത്ത് പിന്നെ മുന്നേറ്റം പർച്ചേസ് ചെയ്താൽ പിന്നെ മുന്നേറ്റം കാഴ്ച വെക്കില്ലേ? മുന്നേറ്റം എന്ന് പറയുന്നത് വോട്ടല്ലേ? BJP സംഘടനാപരമായി വളർന്നതാണ് മുന്നേറ്റം അല്ല. ഈ മുന്നേറ്റം എന്ന് പറയുന്നത് പണത്തിൻ്റെ ആധിക്യത്തിൻ്റെ മുന്നേറ്റം കൂടിയാണ്. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അതിനുള്ള തന്ത്രങ്ങൾ നമ്മൾ നോക്കട്ടെ എന്താന്ന്. ഇനി എന്താ തന്ത്രം നോക്കാം. അല്ലല്ല, പ്രചരണത്തിന് വേണ്ടിയല്ല, പർച്ചേസ് ചെയ്യായിരുന്നു. വോട്ട് പർച്ചേസ് എന്നാൽ ശരി, കാരണം കച്ചവടമാണ്. മറ്റ് പ്രചരണത്തിന് വേണ്ടി ഒടുക്കുകയല്ല. പ്രചരണം നമ്മളെല്ലാം കണ്ടല്ലോ, പ്രചരണം എന്താന്ന്. ഇത് വോട്ട് പർച്ചേസ് ചെയ്താൽ അല്ല, അതൊക്കെ നമ്മൾ പരിശോധിക്കണ്ടപ്പാ. നമ്മൾ താഴേക്ക് പരിശോധിക്കും. അത് എവിടെയാണ്, എന്താണ്, ഏത് തരത്തിലാണ് നമ്മൾ പരിശോധിക്കട്ടെ. അല്ലല്ല, നിങ്ങൾ മുമ്പൊന്നും ഉള്ളതുപോലല്ല ഇത്തവണ ഉണ്ടായത്. ഇത്തവണ ആ രീതിയിൽ കാണണ്ട. ഇത്തവണ ഈ തലസ്ഥാനത്ത് ജയിക്കാൻ വേണ്ടി, ജയിച്ച് BJP വരാൻ വേണ്ടി അവരത്രമാത്രം പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്താൽ ഇത്തവണ. മറ്റേതുപോലല്ല ഇത്തവണ. അതിനവർ പരമാവധി പരിശ്രമിച്ച് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ. അവരവസാനം വരെ നിന്നില്ല. ഇങ്ങനെ അവസാനം വരെ നിൽക്കുകയായിരുന്നല്ലോ. എല്ലാ ആളുകളും ഇങ്ങനെ എന്തെന്നുള്ള രീതിയിലാണ് നിൽക്കേണ്ടി വന്നില്ലേ? ആ അവസ്ഥ ഉണ്ടായത് വെറുതെയല്ല. ആ അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ തമ്മിലിങ്ങനെ ഒരു വാക്തർക്കം അതിലുണ്ടാക്കിയിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണം കണ്ടമാനം ഒഴുക്കി, ആ ഒഴുക്ക്
ജനങ്ങളെ സ്വാധീനിക്കുക. പാവപ്പെട്ട ആളുകൾ പെട്ടെന്നുള്ള അവരുടെ അത്യാവശ്യത്തിന് പണമല്ലേ വളരെ പ്രധാനം, അത് സ്വാധീനിച്ച്. പിന്നെ ഇടനിലക്കാരും ഒരുപാടുണ്ട്, ഇടനിലക്കാർ സഹായിച്ച്. ഞാനൊരു ദിവസം ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു 10-21 ബൈക്കാ ചെറുപ്പക്കാർ നല്ല പിന്നെ സ്ഥാനാർത്ഥിൻ്റെ കുപ്പായവും ഇട്ടുകൊണ്ട് ബൈക്ക് വന്ന് അവിടെ കണ്ടപ്പോൾ ഞാൻ രസം അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എന്തൊക്കെയാണ് ലോക്കിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാർ അവരൊന്നും അങ്ങനെ പൊളിറ്റിക്സുള്ള ആളുകളല്ല. എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് ഒരു പാവപ്പെട്ട ആളുകൾ, ജീവിത സാഹചര്യം ഇല്ലാത്ത ആളുകൾ, ഈ പണം എന്ന് പറയുന്നത് അവർക്ക് തൽക്കാലത്തേക്ക് പൈസ കൊടുക്കുക, പിന്നെ പാവപ്പെട്ട ആളുകളല്ലേ. അതുകൊണ്ട് അതൊന്നും നിങ്ങളങ്ങനെ സാങ്കേതികമായി ശാസ്ത്രീയമായി പരിശോധിച്ചാൽ എങ്ങനെയാണ് സാങ്കേതികമായിട്ട് എന്ത് വരുമെന്നുള്ളതൊന്നും നമ്മൾ ആലോചിച്ചിരിക്കുന്നത്.